ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലഗൻസ് വിത്ത് പെർഫെക്ഷൻ, ആഭരണങ്ങളുടെയും കോസ്മെറ്റിക്സിന്റെയും വലിയ കളക്ഷൻ. ഗ്രാൻഡ് ലേഡീസ് ഹബ്, 3 പീടിക. ഇനി വിവാഹം ഇന്റിമേറ്റ് മാട്രിമോണിയിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വിവാഹം വരെ സർവീസ്. ഇന്നും ഇഷ്ടങ്ങൾക്കൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി, ബ്യൂട്ടിഫൈയിങ് യുവർ ലൈഫ്. കയ്പമംഗലം വഞ്ചിപ്പുരയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയി കാണാതായ 4 മത്സ്യത്തൊഴിലാളികളും സുരക്ഷിതരായി ചാവക്കാട് ബീച്ചിലെത്തി. മതിലകം കൂളിമുട്ടം സ്വദേശി ജ്യോതി, കയ്പമംഗലം സ്വദേശി മുകേഷ് എന്ന സുനിൽ, പെരിങ്ങനം സ്വദേശികളായ ഉണ്ണി, സുനി എന്നിവരാണ് ഇന്ന് ഉച്ചയോടെ ചാവക്കാട് ബ്ലാക്കാട് ബീച്ചിൽ എത്തിയത്. നമ്മൾ ഇന്നലെ 4:30 സമയത്താണ് വഞ്ചിക്കര് തള്ളിയത്. 4:30 സമയത്ത് തള്ളി കുറച്ച് ദൂരമുണ്ട് പോകാനായിട്ട്. അപ്പോൾ ആ ദൂരത്തിൽ നമ്മൾ ചെന്ന് കുറച്ച് വല വെച്ച് നോക്കി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ വല പിടിച്ചതിന് ശേഷം വീണ്ടും വല വെക്കാനായിട്ട് കുറച്ചും കൂടി ഓടണമായിരുന്നു. അങ്ങനെ അത് ഓടി വന്ന് പിന്നെ ഗീറിട്ടപ്പോൾ അങ്ങനെ നടന്നില്ല, എഞ്ചിൻ അങ്ങനെ നടന്നില്ല. പിന്നെ നമ്മളെ വലവെപ്പും കാര്യങ്ങളൊക്കെ അവിടെ നിന്നു. അങ്ങനെ വലവെക്കലോ കാര്യങ്ങളും നടന്നില്ല. അങ്ങനെ എഞ്ചിൻ ഇല്ലാണ്ട് നമ്മൾ വല വെച്ച് ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മൾ പിടിച്ച് ആ വല പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ രക്ഷയില്ല, കരക്ക് വരാൻ പറ്റുന്നില്ല. അവിടെ ഇതിൽ കിടന്നു. രാത്രി ഈ കഴിഞ്ഞ രാത്രി ഫുള്ള് കടലിൽ തന്നെയായിരുന്നു. പിന്നെ ഇപ്പം നമ്മൾ വന്നത് എത്ര സമയം? ഇപ്പം നമ്മൾ വന്നത് ഒരു ഏകദേശം ഇന്നലെ പോയിട്ട് ഇന്നാണ് വന്നത്. 11:30 നേരത്താണ് നമ്മൾ ബ്ലാങ്ങാട് ബീച്ചിലെത്തി. ഇന്നലെ രാത്രി കയ്പമംഗലം വഞ്ചിപ്പുര ബീച്ചിന് തെക്ക് ഭാഗത്തു നിന്നും ഇവർ മത്സ്യബന്ധനത്തിന് പോയ പിള്ളേർ എന്ന വള്ളം കാണാതായിരുന്നു. അഴീക്കോട് ഫിഷറീസ്, അഴീക്കോട് തീരദേശ പോലീസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇവർ മറ്റു മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ ചാവക്കാട് ബീച്ചിൽ എത്തിയതെന്നാണ് വിവരം. You're watching True Line News.